ഓപ്പറേഷൻ സിന്ദൂർ ഒന്നാം വാർഷികത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വാക്പോര് ഇപ്പോഴും മുറുകുകയാണ്. കഴിഞ്ഞ വർഷം പാക് ഭീകര കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യ നടത്തിയ സൈനിക നീക്കത്തിന്റെ വാർഷികത്തിൽ പാകിസ്ഥാൻ നടത്തിയ പത്രസമ്മേളനത്തിലെ ചില വിചിത്രമായ വാദങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഒരു ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ DGMOയും മുതിർന്ന ഉദ്യോഗസ്ഥരും പത്രസമ്മേളനത്തിൽ എന്തിനാണ് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് എന്നതായിരുന്നു പാക് ജനറലിന്റെ പ്രധാനപ്പെട്ട ചോദ്യം. ലോകത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണോ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് എന്ന അദ്ദേഹത്തിന്റെ പരിഹാസം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ട്രോളുകൾക്കാണ് വഴിവെച്ചത്. 2025 ഏപ്രിൽ 22-ന് പഹൽഗാമിൽ 26 സാധാരണക്കാരെ കൊലപ്പെടുത്തിയ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. 4 ദിവസം നീണ്ട സൈനിക നീക്കത്തിൽ 100-ലധികം ഭീകരരെ ഇന്ത്യ വധിച്ചു. ഇന്ത്യയുടെ എയർ മാർഷൽ AK ഭാരതി നൽകിയ വിവരങ്ങൾ പ്രകാരം പാകിസ്ഥാനിലെ 9 ഭീകര ക്യാമ്പുകളും 11 വ്യോമത്താവളങ്ങളും ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി. 300 കിലോമീറ്റർ അകലെയുള്ള പാക് നിരീക്ഷണ വിമാനമടക്കം 13 യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യ വീഴ്ത്തിയത്. മുരീദ്, നൂർഖാൻ തുടങ്ങിയ മുൻനിര വ്യോമത്താവളങ്ങൾക്കും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇന്ത്യ പ്രകോപനമില്ലാതെയാണ് ആക്രമണം നടത്തിയതെന്നാണ് പാകിസ്ഥാന്റെ വാദം. അത് ഇന്ത്യ തള്ളിക്കളഞ്ഞു. തങ്ങൾ ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന പാകിസ്ഥാൻ വാദത്തിന് യാതൊരു തെളിവുമില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾക്കോ സാധാരണക്കാർക്കോ സൈനിക നീക്കത്തിൽ ഒരു പോറൽ പോലും ഏറ്റില്ല എന്ന് എയർ മാർഷൽ വിശദീകരിച്ചു. കൂടാതെ സമനില തെറ്റിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ നിൽക്കുന്നത്. കാരണം അവരുടെ വെള്ളം കൂടിയാണ് ഇന്ത്യ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം മുട്ടിച്ചിരിക്കുന്നത്. കാരണം അതവർ ചോദിച്ചു വാങ്ങിയതാണ്. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് ചുട്ട മറുപടി നൽകാൻ ആയുധങ്ങൾ മാത്രമല്ല നയതന്ത്ര കരുത്തും അനിവാര്യമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഭാരതം. പാകിസ്ഥാൻ ഭീകരവാദത്തെ ഭരണകൂട നയമായി കൊണ്ടു നടക്കുമ്പോൾ അവർക്കുള്ള വെള്ളം കൂടി മുട്ടിച്ചുകൊണ്ട് സിന്ധു നദീജല ഉടമ്പടി നിർത്തിവെക്കാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ തീരുമാനം ചരിത്രപരമായ ഒന്നാണ്. ആ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും അങ്ങനെ വെള്ളം കൂടി മുട്ടിക്കരുത് എന്നൊക്കെ പാകിസ്ഥാൻ പലതവണ ഇന്ത്യക്ക് കത്തയച്ചുവെങ്കിലും ആ കത്തെല്ലാം ഇന്ത്യ ചുരുട്ടിക്കൂട്ടി കളയുകയാണ് ചെയ്തത്. എങ്കിലും ഇന്ത്യ കേൾക്കാൻ പോലും ചെവി കൊണ്ടില്ല. പല പ്രാവശ്യം പാകിസ്ഥാൻ ഇന്ത്യയെ ഫോൺ വിളിച്ചിട്ടും ഇന്ത്യ ഫോൺ എടുത്തില്ല. തീവ്രവാദത്തെ തള്ളിപ്പറഞ്ഞാൽ വെള്ളം തരാമെന്നാണ് ഇന്ത്യ മുന്നോട്ട് വെച്ച ഒരു കാര്യം. തീവ്രവാദത്തെ തള്ളിപ്പറഞ്ഞ് അത് പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നാൽ നമുക്കൊരു മേശയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് സംഭാഷണം നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ഇന്ത്യ മുന്നോട്ട് വെച്ചു. അതല്ലാതെ ഒരു തരത്തിലുമുള്ള കാര്യങ്ങളുമായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് ഇന്ത്യ കർശനമായ നിർദ്ദേശം പാകിസ്ഥാന് നൽകി. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനെ സാമ്പത്തികമായും തന്ത്രപരമായും തളർത്തുന്ന നടപടിക്ക് ഭാരതം തുടക്കം കുറിച്ചത്. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ സ്വയം പ്രതിരോധിക്കാൻ ഭാരതത്തിന് പൂർണ്ണ അവകാശമുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ 1 വർഷം പിന്നിടുമ്പോഴും പാകിസ്ഥാൻ നയം മാറ്റുന്നത് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഉറച്ച നിലപാടിലാണ് നിൽക്കുന്നത്. അതായത് അവർ ഭീകരവാദത്തെ തള്ളിപ്പറയില്ല എന്ന ഒരു തീരുമാനത്തിലാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. മോദി സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ തെളിവാണിത്. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അനർത്ഥമാകുകയാണ്. ഭീകരവാദത്തെ വെള്ളവും വളവും നൽകി പോറ്റുന്നവർക്ക് ഇനി സിന്ധു നദിയിലെ വെള്ളം വെറും ഒരു സ്വപ്നം മാത്രമായിരിക്കും. ഭീകരവാദത്തെ ലോകരാജ്യങ്ങൾ കേൾക്കെ തള്ളി പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ വന്നു കഴിഞ്ഞാൽ വെള്ളം തരാം, പിന്നെ വേണമെങ്കിൽ ഒരു മാനുഷിക പരിഗണന വെച്ച് കുറച്ച് സഹായങ്ങൾ ചെയ്തു തരാമെന്ന് ഇന്ത്യ പല പ്രാവശ്യം പറഞ്ഞിട്ടും ഭീകരവാദത്തെ തള്ളി പറയാൻ പാകിസ്ഥാൻ തയ്യാറാവുന്നില്ല. എങ്കിൽ സിന്ധു നദീജലവും പാകിസ്ഥാന് തരില്ല എന്ന് തന്നെ, അതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാന് തരില്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ കർശനമായ നിലപാട്.